ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 80-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും നാളുകൾക്ക് മുൻപ് വാഗമണ്ണിൽ ഇവിടെ മൗണ്ട് നെബോ ഭവനത്തിൽ പൈശാചിക ആവാസമുള്ള ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വന്നത് ഓർക്കുകയാണ്. അവർ വന്നു, ഞാൻ അവരെ സ്വീകരിച്ചു. ഗസ്റ്റ് ലോഞ്ചിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ കുട്ടി ഒരു വശത്തിരിക്കുന്നു, മാതാപിതാക്കൾ അപ്പുറത്തിരിക്കുന്നു. മാതാപിതാക്കൾ ഈ കുട്ടിയുടെ പഠന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവൾക്ക് ഉണ്ടാകുന്ന ചില വിചിത്രമായ പെരുമാറ്റ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് പറയുമ്പോഴൊക്കെ ഈ കുട്ടി കൗതുകത്തോടെ എന്നെ നോക്കി, മാതാപിതാക്കളെ നോക്കി, അങ്ങനെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുകയാണ്. കണ്ടാൽ ഒരു പോരായ്മയിൽ നല്ല സ്മാർട്ടായ രീതിയിൽ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പൈശാചികമായ ഉപദ്രവത്തിന്റെ തലം ആ കുടുംബത്തിലുണ്ട്, ഈ കുട്ടിയിലൂടെ വെളിപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ഒരു പ്രാരംഭ പ്രാർത്ഥന എന്ന രീതിയിൽ കരുണക്കൊന്ത ചൊല്ലി ഈ ഒരു അസ്വസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന തിന്മകളെല്ലാം ഈശ്വര പരിഹാര ബലിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ പാപം നീക്ക ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയാണല്ലോ. യോഹന്നാൻ സുവിശേഷം 1-29 വാക്യം. അപ്പൊ ഈ കുടുംബത്തിന്, ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വിചിത്ര അനുഭവം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് ആരെങ്കിലും വഴി വന്നിരിക്കാവുന്ന പാപങ്ങൾ, പിശാചന്റെ പ്രവൃത്തിയാണുള്ള പാപം. പിശാചന്റെ പ്രവൃത്തി നശിപ്പിക്കാനായി ഈശോ വന്ന് നമുക്കറിയാം. പിശാചന്റെ പ്രവൃത്തി ഈശോ നശിപ്പിക്കുന്നത് അതിനെ വഹിച്ചുകൊണ്ട് കുരിശുമായിട്ട് കാകുൽത്താരിൽ പോയി ബലിയായി. അങ്ങനെയാണ് ഈശോ പിശാചന്റെ പ്രവൃത്തി നശിപ്പിക്കുന്നത്, പാപത്തെ നീക്കിക്കൊണ്ട്. അപ്പോൾ ഈശ്വര പരിഹാര ബലിയിലേക്ക് ഇപ്പോഴീ കുട്ടിയിലൂടെ വെളിപ്പെടുന്നതായ തിന്മയുടെ അവസ്ഥയ്ക്ക് കാരണമായ പാപങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ കുട്ടിയുടെ രീതികൾ മാറി. മുഖം ഇങ്ങനെ വല്ലാണ്ടായി, എന്നെ ഇങ്ങനെ കോപത്തോടെ നോക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട് ശരീരം ഒരു വയലൻ്റായ ആക്ഷനുകളിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും മാതാപിതാക്കളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവരിത് ഇടയ്ക്ക് കാണുന്നതാണ്. ആ കുട്ടിയെ ബലമായിട്ട് പിടിച്ചിരുത്താൻ നോക്കി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. വളരെ പ്രകടമായ അടയാളം ആ കുട്ടിയിലൊരു പൈശാചിക അരൂപി പലതും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടി ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ എണീറ്റ് ആ കുട്ടിയുടെ തലയിൽ കൈ വെച്ചുകൊണ്ട് പൗരോഹിത്യ അധികാരത്തിൽ ഈശോയുടെ നാമം പറഞ്ഞുകൊണ്ട് കുരിശനെ വരച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചു. അതൊരു ഡിസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോഴേക്കും ഇത് വല്ലാണ്ട് വയലൻ്റായി. ഇത് മാത്രമല്ല, അപ്പോഴീ കുട്ടി വിളിച്ചു പറയുകയാണ്, ടേക്ക് അവേ യുവർ ഹാൻഡ്സ്, ടേക്ക് അവേ യുവർ ഹാൻഡ്സ്, യു ഹാവ് നോ റൈറ്റ് ടു കമാൻഡ് മീ, യു ആർ ഓൾ എ ഹ്യൂമൻ ബീയിങ്. നീ വെറും ഒരു മനുഷ്യനാണ്, എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നവർക്ക് ഒരു വകയോ അധികാരമില്ല, കൈയെടുത്ത് മാറ്റും. അപ്പോൾ അധികാരമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ കൈ വെച്ചിരിക്കുന്നത് അതിനിട്ട് കൊള്ളുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. അധികാരമില്ലെന്ന് പറയുന്നത് നമ്മൾ പേടിപ്പിക്കാൻ പറയുന്നതാണ്. ഒരധികാരമില്ല, അതിനത് ഒരു പ്രശ്നമല്ല എങ്കിൽ ഞാൻ കൈ വെച്ചതോ കുരിശ് വരച്ചതോ ഈശോയുടെ നാമം പറഞ്ഞതോ ഒന്നും ഈ പിശാചിന് ഒരു വിഷയം അല്ലെങ്കിൽ അതിനെ കൈ എടുത്ത് മാറ്റാൻ പറയുന്നത് അത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈ കരസ്പർശനം അല്ല, ഈശോയുടെ നാമം, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സ്പർശനം ഈ അരുവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ യു ആർ ഓൺലി ഹ്യൂമൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ഐ ആം ഓതറൈസ്ഡ് ബൈ ക്രൈസ്റ്റ് ടു കാസ്റ്റ് യു ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൗരോഹിത്യത്തെ സൂചിപ്പിച്ചു. ഒരിക്കലും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, യു ആർ ഓൺലി ഹ്യൂമൻ, യു കനോട്ട് കാസ്റ്റ് മീ ഔട്ട്. നിനക്കെന്നെ പുറത്താക്കാൻ പറ്റത്തില്ല, നിനക്ക് ഒരു മനുഷ്യനാണ്. അങ്ങനെ ഈ ബഹളം കേട്ടപ്പോഴേക്കും ഒരു ശുശ്രൂഷകൻ പെട്ടെന്ന് ഒരു സ്റ്റോള് എടുത്തുകൊണ്ട് വന്നു, ഒരു ഉറാറ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൊണ്ട് തന്നു. ഞാനത് പെട്ടെന്ന് വാങ്ങിച്ചെൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്നപ്പോഴേക്കും ഒന്നും പറയാൻ മേലാതെ കുനിഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോൾ എടുത്തിട്ട് ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇട്ടു. ഇങ്ങനെ സ്റ്റോൾ ദേഹത്തേക്ക് ഇടുകയാണ്. ആ ദേഹത്തേക്ക് ഇട്ടപ്പോഴേക്കും കിടന്ന് വല്ലാണ്ട് പൊളയുകയാണ്. ഇത് ഭൂതോച്ചാടന ശുശ്രൂഷകർ, ഭൂതോച്ചാടകർ, വൈദികർ, ശുശ്രൂഷകർ എല്ലാവരും ചെയ്യുന്നതായ ഒരു കാര്യമാണ്. ഈ സ്റ്റോള്, ഔദ്യോഗികമായ തിരുവസ്ത്രം, അതിൻ്റെ സ്പർശനം പോലീ തിന്മയുടെ അരുവിക്ക് സഹിക്കാൻ മേലാത്ത. അപ്പോൾ സ്റ്റോൾ എടുത്ത് അല്ലെങ്കിൽ വിസ്തുകുർബാന അർപ്പിച്ച് ഇറങ്ങി വരുന്ന അവസരത്തിലാണെങ്കിൽ കാപ്പയ്ക്കുള്ളിൽ കാപ്പി എടുത്ത് ഈ കുട്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞിടുമ്പോഴേക്കും വല്ലാണ്ട് കടന്ന് പൊളഞ്ഞ് അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള അഭിഷേകം കരുത്താണെങ്കിൽ പോലും സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 19-ാമത്തെ അധ്യായത്തിൽ 11, 12, 13 വാക്യങ്ങൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ
നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു പറഞ്ഞുകൊണ്ട് സ്കേവായുടെ 7 പുത്രന്മാർ അശുദ്ധാത്മാക്കണം ഈശോയുടെ നാമം പ്രയോഗിച്ചു നോക്കി. അങ്ങനെ പ്രയോഗിച്ചു നോക്കിയപ്പോൾ അശുദ്ധാത്മാവ് ഇളകി. ഈശോയുടെ നാമം അത് കരുത്താണ്, അത് അവർക്ക് സഹിക്കാൻ പറ്റിയല്ല. അശുദ്ധാത്മാക്കൾ ഇളകി ബഹളം വെച്ചു പുറത്ത് ചാടി. പക്ഷെ പുറത്ത് ചാടുമ്പോൾ ഈ അശുദ്ധാത്മ ബാധിച്ച മനുഷ്യനെ കൊണ്ട് ഈ പൈശാചുക്കൾ ഇവരെ തിരിച്ച് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമണത്തിന് ഇരയായി അവർ വസ്ത്രം ഇല്ലാതെ നഗ്നരായി മുറിവേറ്റ് ആ വീട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്നു എന്നുള്ള വചനത്തിൽ വായിക്കുകയാണ്. അപ്പം അത്രമാത്രം ഈ ദുഷ്ടാരൂപി കോപം കൊണ്ട് ജ്വലിച്ചു. ഇറങ്ങിപ്പോകാതിരിക്കാൻ നിവൃത്തിയുള്ള ഈശോയുടെ നാമം പറഞ്ഞാണ് ആജ്ഞാപിക്കുന്നത്. ആ നാമത്തിന്റെ കരുത്ത് അവർക്കറിയാം. പക്ഷെ ആജ്ഞാപിച്ച വ്യക്തികൾക്ക് കരുത്തില്ല. അവിടെ തിരിച്ചു ചോദിക്കുകയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളാരാ? ഇത് യേശുവിന്റെ നാമം പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ആവശ്യപ്പെട്ട നിങ്ങളാരാ എന്ന് പറഞ്ഞാണ് ആജ്ഞാപിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളത്? നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ തിബേരിയോസ് കടൽത്തീരത്ത് വെച്ച് ഈശോ പത്രോസിന് അപ്പസ്തലന്മാർ കാണപ്പെടുമ്പോൾ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക എന്ന് വെച്ചാൽ എൻ്റെ ആടെന്ന് പറയുന്നത് ദൈവജനമാണ്. ദൈവത്തിലേക്ക് വിശ്വസിച്ച് വരുന്ന മനുഷ്യ മക്കൾ ഓരോരുത്തരുമാണ്. അങ്ങനെയുള്ള മനുഷ്യ മക്കളെ മേയ്ക്കാൻ, നയിക്കാൻ, സംരക്ഷിക്കാൻ ഉള്ള അധികാരം ഈശോ പത്രോസിന് കൊടുക്കുകയാണ്, പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. പത്രോസ് അപ്പസ്തലന്മാരുടെ തലവനായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം 12 പേര് ഒന്നാമനായിട്ട് പത്രോസിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പത്രോസ് പ്രതിദാനം ചെയ്യുന്ന സഭാ സംവിധാനം, അപ്പസ്തലന്മാരുടെ കൂട്ടായ്മ. അപ്പോൾ ആ സഭാ സംവിധാനത്തിനാണ് ദൈവജനത്തെ അജഗണത്തെ സംരക്ഷിക്കാനുള്ള ചുമതലയും ഒപ്പം അധികാരം കൊടുത്തിരിക്കുന്നത്. മത്തായി 16 വായിക്കുന്നുണ്ടല്ലോ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് നിനക്ക് ഞാൻ തരുന്നു. താക്കോൽ എന്ന് പറയുന്നത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. തുറക്കാൻ പൂട്ടാൻ വേണ്ടിയല്ല, തുറക്കാൻ വേണ്ടിയാണ്. എങ്കിലും ആവശ്യമുള്ള പൂട്ടാൻ. അതുകൊണ്ടുള്ള ഈശോ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, പൂട്ടുന്നത്. അപ്പോൾ കെട്ടാനും പൂട്ടാനും അത് അധികാരത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പം ആ ഒരു അധികാരം സഭയ്ക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയോടും കൂടെ ഈ അധികാരം ഉണ്ടാകുക പിശാചുക്കളെ പുറത്താക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കറക്റ്റാണ്, നമുക്കറിയാം. എങ്കിൽ പോലും അധികാരത്തോട് പിശാചുക്കളോട് ആജ്ഞാപിക്കുമ്പോൾ നമ്മൾ സഭയുടെ ഒരു തണൽ നമുക്കുണ്ട് എന്ന് ഉറപ്പാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നാം അംഗമായിരിക്കുന്ന ഇടവക വികാരിയച്ഛൻ്റെ ഒരാശീർവാദം, മനസ്സിൻ്റെ സമ്മതം, ഒരു പ്രാർത്ഥന, സംരക്ഷണം എടുത്തുകൊണ്ട് പ്രത്യേകമായ സഹോദരങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ നീങ്ങുന്നെന്ന് ഉറപ്പാക്കാൻ സാധിക്കണം. അല്ലെ ഒരു ആത്മീയ ശുശ്രൂഷ കേന്ദ്ര സഭയുടെ ധ്യാന കേന്ദ്രം, അതിൻ്റെ ഉത്തരവാദിത്തത്തോടെ വ്യക്തിയുടെ മനസ്സറിഞ്ഞുള്ള ആശീർവാദം, കുരിശിൻ്റെ മുദ്ര നമ്മുടെ മേൽ സ്വീകരിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പാക്കണം. അത് അവഗണിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ നമ്മിലുള്ള ദൈവികമായ അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് തിന്മയുടെ അരൂപികൾ പുറത്തിറങ്ങി പോയെന്ന് വരാം. നമ്മൾ ഉപയോഗിക്കുന്ന വചനത്തിൻ്റെ കരുത്തിനാൽ, നാം ആശ്രയിക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ അരൂപികൾ പുറത്തിറങ്ങി പോയെന്ന് വരാം. പക്ഷേ നമുക്കൊരു സംരക്ഷണമില്ലായ്മയുണ്ട് അവിടെ. കാരണം ഈ തിന്മയുടെ അരൂപികൾക്ക് അറിയാം നമുക്കൊരു നേരിട്ടുള്ള ഓതറൈസേഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് അവിടെ ഒരു സംരക്ഷണത്തിൻ്റെ കുറവുണ്ട്. നല്ല അഭിഷേകത്തിൽ ജ്വലിച്ച് നീങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഉപദ്രവം അവിടെ ഏൽക്കുകയല്ല, അവനെ ഒന്ന് തൊടാൻ പറ്റിയല്ല. അതേപറ്റി പരിസൃഷ്ടി പറയാം. എന്നാൽ അത്ര അഭിഷേകത്തിനല്ല എങ്കിൽ സ്കേവയുടെ പുത്രന്മാർക്ക് ഉണ്ടായ പോലുള്ള ഉപദ്രവം ഉണ്ടാവാം. അപ്പോഴല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ശുശ്രൂഷ, പ്രത്യേകിച്ച് തിന്മയുടെ അരുവികൾക്ക് നേരിട്ടുള്ള പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്ന സഭയുടെ ഒരു സംരക്ഷണവും തണലും നമുക്കുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും നമ്മൾ ഓരോരുത്തരെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.